ഒരിക്കലും ഒരു തവള പറഞ്ഞു, ഞാൻ ഈ മരത്തിന്റെ ഏറ്റവും മുകളിൽ കയറും. ഇത് കേട്ടപ്പോൾ എല്ലാ കൂട്ടുകാരും അവനെ കളിയാക്കി, നിനക്ക് പറ്റത്തില്ല. പക്ഷെ അവൻ കയറി. അവനിങ്ങനെ കയറുമ്പോൾ ആളുകൾ ഓടിക്കൂടി, തവള എന്താണ് കാണിക്കുന്നത്, പൊട്ടത്തരം, എല്ലാവരും അവനെ വിളിച്ചു താഴെ ഇറങ്ങ്, ഞാൻ പറയുന്ന കേൾക്ക്, ജീവൻ അപകടത്തിലാകും, താഴെ ഇറങ്ങ്. അതൊന്നും അവൻ കേട്ടില്ല. ഈ തവളയുടെ ഈ പ്രകടനം കാണാനായിട്ട് ഒരുപാട് ആളുകൾ തളിച്ചുകൂടി. അവൻ ഈ തവള കയറി ഏതാണ്ട് മുകളിൽ എത്താറായി. അന്നേരവും ആളുകളെല്ലാം വിളിച്ച് കളിയാക്കുന്നുണ്ട്, കൂവുന്നുണ്ട്, താഴെ ഇറങ്ങാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഗവനിക്കാതെ ഈ തവള മുകളിലേക്ക് കയറുകയാണ്. ആളുകൾക്കെല്ലാം അതിശയമായി, കാരണം ഈ തവള ഏറ്റവും ടോപ്പിലെത്തി. തിരിച്ചിറങ്ങി വന്ന ഈ തവളയോട് മാധ്യമപ്രവർത്തകരെല്ലാം ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിച്ചു? തവളയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ ഓരോ തവണ കയറാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോഴും താഴെ നിന്ന് എൻ്റെ സുഹൃത്തുക്കള് നീ കയറിക്കോ എന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എന്നെ മുകളിലെത്തിച്ചത്. കാരണം ഈ തവളയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ല. താഴെ നിന്നവരുടെ കളിയാക്കലുകളൊക്കെ ഈ തവളയ്ക്ക് തോന്നിയത് പ്രോത്സാഹനമായിട്ടാണ്. അതുകൊണ്ട് ഓരോ തവണ മടുത്ത് താഴത്തേക്ക് നോക്കുമ്പോഴും ഇവൻ കാണുന്നത് ഈ പ്രോത്സാഹനമാണ്. ഇന്നത്തെ സുവിശേഷത്തില് അന്ധനായിട്ടുള്ള ഒരു യാചകൻ, അവൻ ഈശോ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പോവുകയാണ്, ദാവീദിന്റെ പുത്ര, എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. ഇത് കേട്ട ആളുകളെല്ലാം അവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കും, നീ എന്തിനാ ഇത്ര ഒച്ചയെടുക്കുന്നത്, നിന്നെ കേൾക്കാൻ പോകുന്നുണ്ടോ ചോദിച്ചു. ഇത്രയും ആൾക്കാരിവിടെ ഉണ്ട്, നീ ചുമ്മാ അടങ്ങിയിരിക്കും. എല്ലാവരും പറഞ്ഞു. എത്രമാത്രം ആവേശത്തോടെ ഇവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അതിനേക്കാൾ ഇരട്ടി ആവേശത്തോടെ അവൻ ഈശോയെ വിളിച്ച് കരയാൻ തുടങ്ങി. ഈ ആളുകളൊരു പ്രശ്നക്കാരാണ്. ആളുകളെ കേൾക്കുന്നത് നല്ലതാണ് ഒരു പരിധി വരെ മാത്രം. പക്ഷേ അതിൽ നീ ഉടക്കിപ്പോയാൽ നീ ഒരിടത്തും എത്തത്തില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നീ നിന്റെ ആഗ്രഹങ്ങളെ വെട്ടിച്ചുരുക്കരുത്. മറ്റുള്ളവരെന്തും വിചാരിച്ചോട്ടെ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ആളുകളെ പേടിച്ച് മിണ്ടാതിരുന്നെങ്കിൽ ഈ അന്ധനായ യാചകന് കാഴ്ച ലഭിക്കത്തില്ലായിരുന്നു. ആളുകളെ പേടിച്ച് താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ തവള ഈ മരത്തിന്റെ മുകളിൽ കയറത്തില്ലായിരുന്നു. നിന്റെയും ജീവിതത്തിൽ ഈ ഒരു വോയിസ് നീ കേൾക്കും, നിനക്ക് പറ്റത്തില്ല, നീ ആ കോഴ്സ് എടുക്കണ്ട, നീ ഇപ്പൊ പോകണ്ട, നിനക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ഈ വോയിസുകളെ നീ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നീ മുന്നോട്ട് പോകത്തില്ല. തീരുമാനമെടുക്കേണ്ടത് നീയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും, പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും.